പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആപ് നേതാക്കൾക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച ജനതാ കി അദാലത്ത് പരിപാടിയിലാണ് കെജ്രിവാൾ ആരോപണം ഉന്നയിച്ചത്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരുകളെ മറിച്ചിടുന്നത് രാജ്യത്തിന് നല്ലതാണോ എന്നതടക്കം RSSനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് കെജ്രിവാൾ. मेरी पार्टी के बैंक में कोई पैसा नहीं है, मैंने केवल इज्जत कमाई है। आज 10 साल के बाद जब मैंने इस्तीफा दिया है, थोड़े दिन में मैं CM का बंगला छोड़ दूंगा। आज दिल्ली के अंदर मेरे पास घर भी नहीं है रहने के लिए। मेरे को कई लोग कहते हैं कैसा आदमी है यार तू, 10 साल राजनीति करी, 10 साल CM रह गया, 10 साल में तो 10 कोठियां बन जाती, 10 घर बन जाते, 10 प्लॉट बन जाते। मैंने कुछ नहीं कमाया 10 साल के अंदर, केवल आपका आशीर्वाद कमाया, आपका प्यार कमाया 10 साल। मैंने मन में सोचा था जब तक कोर्ट मेरे को बाइज्जत बरी नहीं कर देता मैं दोबारा कुर्सी पे नहीं बैठूंगा। मैं अपनी जनता की अदालत में जाऊंगा, जनता से पूछूंगा कि जनता मेरे को बताए कि मैं बेईमान हूं कि मैं ईमानदार हूं। അതേസമയം കേജ്രിവാളിന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിനെതിരെ പ്രോഗ്രസ് കാർഡ് ഇറക്കി BJPയും രംഗത്തെത്തി. ആദിൽ പാലോടിന്റെ വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആം ആദ്മി പാർട്ടി. അതോടൊപ്പം തന്നെ BJPയും ആപ്പിനെതിരെ പ്രചാരണവുമായി ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങൾ? അരവിന്ദ് കെജ്രിവാൾ അടുത്ത ഫെബ്രുവരിയിൽ നടക്കാനുള്ള ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആരാണ് കള്ളൻ എന്ന ചോദ്യമാണ് കെജ്രിവാൾ ഇന്ന് നടന്ന ജനതാ കി അദാലത്ത് എന്ന ജന്തർ മന്ദറിലെ പരിപാടിയിലൂടെ ചോദിക്കുന്നത്. തങ്ങളാണോ, ആം ആദ്മി പാർട്ടി നേതാക്കളാണോ, അതോ തങ്ങളെ ജയിലിലടച്ചവരാണോ കള്ളന്മാർ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് കൂടി വീണ്ടും സജീവമാക്കാനുള്ള ഇടപെടൽ കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് വിരമിക്കുന്നില്ല എന്ന ചോദ്യമാണ് കെജ്രിവാൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇടക്കാലത്ത് ജാമ്യത്തിന് പുറത്തിറങ്ങിയപ്പോൾ വലിയ രൂപത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായ വിഷയമായിരുന്നു നരേന്ദ്രമോദി 75-ാം വയസ്സിൽ അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും വിരമിച്ചതുപോലെ എന്തുകൊണ്ട് വിരമിക്കുന്നില്ല എന്ന ചോദ്യം. ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. RSS ഇതേ സംബന്ധിച്ച് മാനദണ്ഡം മാറ്റുന്നത് സംബന്ധിച്ച് BJPയോട് ചോദ്യം ചോദിക്കുമോ, ചോദ്യം ചെയ്യുമോ എന്നുകൂടി മോഹൻ ഭാഗവതിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകകൂടി ചെയ്തതിന് അതിന്റെ ഭാഗമായി ചോദിക്കുന്നു. ആ നിലയിൽ പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. താൻ സത്യസന്ധനെങ്കിൽ അടുത്ത വരുന്ന ഫെബ്രുവരിയിലെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൂലെന്ന അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്നതുകൂടി ആവശ്യപ്പെടുകയാണ് കെജ്രിവാൾ. ജന്തർ മന്ദറിൽ പ്രത്യേകത കൂടിയുണ്ട്. തന്റെ പ്രസംഗം കെജ്രിവാൾ തുടങ്ങിയത് തന്നെ, നമ്മളിപ്പോൾ ഉള്ളത് ജന്തർ മന്ദർ പരിപാടി നടക്കുന്നതിന്റെ തൊട്ട് മുന്നിലാണ്. ജന്തർ മന്ദറിലായിരുന്നു അണ്ണാ ഹസാരയ്ക്കൊപ്പം കെജ്രിവാൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നതും അത് പിന്നീട് ആം ആദ്മി പാർട്ടി രൂപീകരണത്തിലേക്കും സർക്കാർ രൂപീകരണത്തിലേക്കും വരെ എത്തിയത്. അത് ഓർത്തെടുക്കുക കൂടി ചെയ്തിരുന്നു കെജ്രിവാൾ. താൻ 2012-ലാണ് അഴിമതി വിരുദ്ധ പോരാട്ടം ഇന്ത്യയിൽ തുടങ്ങുന്നത്. ആ സമയത്തെ സത്യസന്ധത മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. പണമോ ആൾബലമോ ഉണ്ടായിരുന്നില്ല. 10 വർഷം സത്യസന്ധനായാണ് താൻ പ്രവർത്തിച്ചത്. സത്യസന്ധമായ പ്രവർത്തനമാണ് ആം ആദ്മി പാർട്ടി കാഴ്ചവെച്ചത്. താൻ വൈദ്യുതിയും വെള്ളവും സൗജന്യമായി നൽകാനാണ് ശ്രമിച്ചത്. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സൗകര്യമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. താൻ സത്യസന്ധനെന്ന് വിശ്വസിക്കുന്നവർ കൈ ഉയർത്താൻ ആവശ്യപ്പെട്ടു. ആ നിലയിൽ വലിയ രൂപത്തിലുള്ള മുദ്രാവാക്യം പ്രവർത്തകർ മുഴക്കുന്നു. വലിയൊരു ആവേശവും ആരവുമായിരുന്നു ഈ പരിപാടി സംബന്ധിച്ച് എന്നുള്ളതാണ് ഇവിടെ ജന്തർ മന്ദറിൽ നിന്നുള്ള കാഴ്ച. വളരെ പ്രധാനമായി പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നു. പ്രധാനമന്ത്രിയാണ് ഗൂഢാലോചന നടത്തിയത്, തങ്ങൾക്ക് ജാമ്യം പോലും ലഭിക്കാത്ത കേസുകളാണ് എടുത്തതും ജയിലിലടക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. 2 വർഷത്തോളമാണ് ദില്ലി മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ ജയിലിലടച്ചത്. മനീഷ് സിസോദിയ 2 വർഷം ജയിലിൽ കിടന്നെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചത് ദില്ലി ജനതയാണെന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട പുരോഗതി തടസ്സപ്പെട്ടുവെന്നും അടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഏതായാലും
ഒരു ചരിത്ര പ്രധാനമായ ഒരു പരിപാടി തന്നെയാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല. 176 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാജിവെക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ അറിയിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറിയത്. അതിനുശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ശരി, അതിൽ ഇപ്പോൾ ജനതാ കി അദാലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അതിൽ റിപ്പോർട്ട് ചെയ്തത്.